ആദ്യത്തേത് M&M ആണ്. M&Mനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും തുടക്കത്തിൽ വളരെ ശക്തമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കാണാൻ സാധിച്ചിരുന്നു. പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനും M&M ഓഹരികൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഓട്ടോ സെയിൽസിലേക്ക് വരികയാണെങ്കിൽ പ്രതീക്ഷ നിലവാരത്തിലുള്ള ഒരു സെയിൽസ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും അവരുടെ വളരെ പെർട്ടിക്കുലറായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ട്രാക്ടർ സെയിൽസ് ആണ് ഒരു പക്ഷേ ഈ ഒരു M&Mൽ നിക്ഷേപിച്ചിരിക്കുന്ന നിക്ഷേപകർക്കും കമ്പനിക്കും ആശ്വാസം പകർന്നിരിക്കുന്നത്. 32% ഒരു വളർച്ച ട്രാക്ടർ സെയിൽസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഡൊമസ്റ്റിക് പാസഞ്ചർ വെഹിക്കിൾസ് പരിശോധിക്കുകയാണെങ്കിൽ 22% ഇയർ ഓൺ ഇയർ ബേസിലുള്ള ഗ്രോത്തോടുകൂടി 56,336 യൂണിറ്റുകളാണ് വിറ്റിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 46,222 യൂണിറ്റ്സ് ആയിരുന്നു. എക്സ്പോർട്സിലും ഒരു 5% അടുത്തുള്ളൊരു ഇയർ ഓൺ ഇയർ ബേസിലുള്ള ഗ്രോത്ത് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഓഹരികളിലേക്ക് വരികയാണെങ്കിൽ ഇന്നിപ്പോൾ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു എങ്കിൽ പോലും ഓട്ടോ ഇൻഡെക്സിൽ കണ്ടതുപോലെ തന്നെ ഒരു സെല്ലിംഗ് പ്രഷർ നേരിടുന്നുണ്ട്. സോ M&Mലുള്ള അനലിസ്റ്റുകളുടെ ഒരു ടേക്ക് എന്താണ്? ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്രേക്ക് ഔട്ട് അറ്റംപ്റ്റ് നിന്ന് നടത്തിയെങ്കിൽ പോലും അതായത് 3778 എന്ന ഹാർഡിൽ ബ്രേക്ക് ചെയ്യാൻ ഇന്ന് സാധിച്ചെങ്കിൽ പോലും അത് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇന്ന് ക്ലോസിംഗ് ഇതിന് മേഖല അതായത് 3778 എന്ന സോൺ മറികടന്ന ഒരു സ്ട്രോങ് ക്ലോസിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. കറൻലി ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിലാണ് ഈ ഒരു ഓഹരി ട്രേഡ് ചെയ്യുന്നത്. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസ് എല്ലാം പ്രോപ്പറായി വർക്ക് ആവുന്നുണ്ട്. കൂടാതെ 7th നവംബറിലാണ് നമുക്കറിയാം മാർക്കറ്റിൽ ഒരു റീടെസ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്തത്. ആ ഒരു സമയത്താണ് ഈ ഒരു ഓഹരിയിൽ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ ഫോം ചെയ്തത്. അതിനെ തുടർന്ന് ആ ഒരു സോൺ ഒരു ബോക്സ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് കറൻലി അത് ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ പോലും സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലോസിംഗ് ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ്. 3778 എന്ന ലെവൽ മറികടന്ന ഒരു സ്ട്രോങ് ക്ലോസിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.